എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ വീഡിയോ പ്രധാനമായും പ്രായമായ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. ഏതാണ്ട് മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ ബിസിനസ് സംവിധാനങ്ങളും സാധാരണയായി നാം കാണുന്നത് മക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഒന്നിലധികം കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഒന്നിലധികം കുട്ടികൾ ഉള്ള അവർ പല ചിന്താഗതിക്കാരായിരിക്കും. ചിലർ ബിസിനസ്സിൽ തൽപരരായിരിക്കും, ചിലർ ഗവൺമെൻറ് ജോലിയിൽ തൽപരരായിരിക്കും, മറ്റു ഏതെങ്കിലും മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഒരുപക്ഷെ അവർക്ക് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സംവിധാനങ്ങൾ മാനേജ് ചെയ്യുന്നതിന് തൃപ്തരായിരിക്കില്ല. അവർ മോഡേണൈസ് ആയിരിക്കും. അവരുടെ സംവിധാനം, അവരുടെ വീക്ഷണങ്ങളും പഴയ കാലവുമായി ഒത്തുചേരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും. അവരുടെയും ശ്രദ്ധയ്ക്ക് കൂടി വേണ്ടിയുള്ള ഒരു കാര്യമാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി അവസാനം വാർദ്ധക്യ സഹം ആവുമ്പോൾ അത് നശിച്ച് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ അതിനെ പുരോഗമിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന കാണുമ്പോൾ മാതാപിതാക്കൾ ഏറെക്കുറെ സന്തോഷിക്കും. മറിച്ച് അത് തകർച്ചയാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ദുഃഖം അവർക്ക് അവസാന നാളുകളിൽ ഫലിക്കാൻ വരും. ഇതിന് പ്രധാനമായി ചെയ്യേണ്ടത് കഴിയുന്നതും ഈ കുട്ടികൾക്ക് ഷെയർ വെച്ച് അവരുടെ ഭാഗങ്ങൾ അവർക്ക് കൊടുത്ത് അവർ പോയി കഴിഞ്ഞാൽ അവർ നാളെ അതേത് രീതിയിലാകുമെന്ന് പര്യവസാനിക്കുമെന്ന് അറിയില്ല. കാരണം ഇന്ന് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. പല ബിസിനസ്സും പല മേഖലകളിലും എവിടെയും കോമ്പറ്റീഷനും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിലേ സക്സസ് ആകാൻ പറ്റൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാമെന്നുള്ളത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ ബെനിഫിറ്റ് സ്വന്തം മക്കൾക്ക് മാത്രമല്ല, മക്കളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതൊരു സേഫ് ഗാർഡ് ചെയ്യേണ്ടത് പ്രായമായ മാതാപിതാക്കൾ ചെയ്യേണ്ടതുമാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഉള്ള വസ്തുവകളും ഉള്ള സംവിധാനങ്ങളുടെയും ബെനിഫിറ്റും മാസാമാസമോ വർഷത്തിലൊരിക്കലോ കിട്ടുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക. ഒന്നുമില്ലെങ്കിലും നിയമവിദഗ്ധരെയോ ഓഡിറ്റേഴ്സിനെ വിളിച്ച് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് രൂപേണയുള്ള സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ കാര്യം നോക്കി ഏതെങ്കിലും കരസ്ഥനെ ഏൽപ്പിച്ചാൽ അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് മാസം ഓരോ കുട്ടികൾക്ക് അവർക്ക് ലഭിക്കും. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിനുശേഷം ഇവർ തുടങ്ങുന്ന ഏത് സംവിധാനം അവർ തുടങ്ങട്ടെ. അവരുടെ ഇഷ്ടത്തിന് അനുസരണമായ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും നമ്മൾ കൈകടത്താതെ അവരുടെ ലൈനിൽ തിരികെ അവരായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. ഇൻ കേസ് അത് നല്ല രീതിയിൽ വളർന്നു വരാൻ തന്നെ ആഗ്രഹിക്കണം, വളരണം. ഇൻ കേസ് ഏതെങ്കിലും കാരണത്താൽ അതിനൊരു അപാകത സംഭവിച്ചാൽ അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ ആ സംവിധാനത്തിൻ്റെ ഷെയർ കൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആരുടെ മുന്നിലും പോയി തലകുനിക്കാനോ മറ്റു ബാധ്യതകൾ ഏറ്റുവാങ്ങാനോ അതിൻ്റെ ആവശ്യമുണ്ടാകില്ല. അങ്ങനെയുള്ള സംവിധാനം കുഞ്ഞുങ്ങൾക്ക് സേഫ് സൈഡ് ആകാനുള്ളൊരു സംവിധാനം ഓരോ മാതാപിതാക്കളും ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. ഇത് ഒരു ഉപാധി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതില്ലെങ്കിൽ കിട്ടുന്ന ഷെയറും എടുത്ത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് തകർന്ന് നശിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ മാത്രം, മക്കളുടെ മക്കളും ഒരു സംവിധാനം ഉണ്ടാക്കാതിരിക്കുക. എപ്പോഴും കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വാല്യൂ നാം മനസ്സിലാക്കണം. നമ്മുടെ പേരൻസ് കഷ്ടപ്പെട്ട് നമുക്ക് വിദ്യാഭ്യാസം തരുന്നു, മക്കൾക്ക് വിദ്യാഭ്യാസം മക്കൾ അതുകൊണ്ട് നല്ലതായി വരുന്നു. ചിലപ്പോൾ സക്സസ് ആകാത്ത ലെവലിൽ വന്നാലും അവർ മോശമായ രീതിയിൽ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അന്നൊക്കെ സേഫ് ഗാർഡായിട്ട് അവരെ സേവ് ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കും. ഇതാണ് വേണ്ടത്. അതിന് വലിയൊരു ഉദാഹരണമാണ് നമുക്കെടുക്കാം. ഇന്ന് ലോകത്തെ കാണുന്ന ഏത് വൻകിട കമ്പനിക്കാരും അങ്ങനെയൊക്കെ രൂപം കൊടുത്താണ് വർഷം കഴിഞ്ഞ് അതിന് മേൽഗതിയിലേക്ക് വന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ടാറ്റയെ എടുക്കാം.
ടാറ്റ എന്നൊരു സംവിധാനം തുടങ്ങിയത് വളരെ ചെറിയൊരു ഇതിലായിരുന്നു. അവരുടെ വലിയ ദീർഘവീക്ഷണമായിരുന്നു. എത്രയോ വർഷങ്ങൾ അതിപ്പോഴും വളർന്ന് വളർന്ന് ആഗോള നിലവാരത്തിൽ വളർന്നു വയ്ക്കാൻ നമുക്കറിയാം. ടാറ്റയുടെ കഥ നമുക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം അവർ വളരെ അധ്വാനികളായിരുന്നു. വളരെ വളരെ അധ്വാനിച്ച് പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട് അവർ നാളേക്ക് വേണ്ടി മക്കളുടെ അവരുടെ ആ പരിവാരങ്ങൾ തന്നെ നല്ല രീതിയിൽ എത്തിപ്പിക്കാൻ ടാറ്റയ്ക്ക് സാധിച്ചു. അവർ തീർന്നെങ്കിലും ആ സംവിധാനം ഇന്നും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യത്ത്, ലോകത്തിലെ ഏത് ധനികരെടുത്താലും അവരുടെ തുടക്കങ്ങൾ കുറഞ്ഞ ഒരു ലെവൽ തുടക്കം കുറിച്ചവരാണ് ഏറ്റവും വലിയ രീതിയിൽ പോയത്. വലിയ രീതിയിൽ തുടക്കം കുറിച്ചവർ കൂടുതൽ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും. അതുകൊണ്ട് മക്കൾ ചെയ്യേണ്ടത്, മാതാപിതാക്കൾ ചെയ്യുന്ന മക്കളെ സ്വതന്ത്രമായി വിടുക, അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് വിടുക, അവർ വളരട്ടെ, അവർ അധ്വാനിക്കട്ടെ, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ മാതാപിതാക്കളുടെ സ്വത്തെല്ലാം വീതം വെച്ച് എല്ലാവർക്കും കൊടുത്തു, അങ്ങനെ ആകാൻ പാടില്ല. അത് അവരെ നശിപ്പിക്കലാണ്. അവരോട് കാര്യങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക, നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഷെയർ ചെയ്ത് കംപ്ലീറ്റ് അവർക്ക് കൊടുത്ത് അതുകൊണ്ടൊരു ബിസിനസ് ചെയ്യാൻ കഴിയുന്നതും അനുവദിക്കാതിരിക്കുക. അത് അനുവദിക്കാം. അവർക്ക് കിട്ടുന്ന എന്താണെന്ന് അത് വെച്ച് അവരിന് രൂപം കൊടുക്കട്ടെ. അതൊരു ക്യാപിറ്റലായിട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാകും. അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ മാതാപിതാക്കൾ ഉണ്ടാക്കിയ ആ സ്വത്തിൻ്റെ ആ ബെനിഫിറ്റ് അവർക്ക് എപ്പോഴും കിട്ടും. അതുമൂലം അവർക്ക് ആരുടെയും മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ വരില്ല. വളരെ പ്രധാനമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടു തുടങ്ങിയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല രീതിയിലും ഒത്തിരി അധ്വാനിച്ച് ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിച്ചവർ അവസാനം 1-2 പിള്ളേരുണ്ടാകും. അവർ ബിസിനസ്സിൽ കടന്നു കയറി അതിൻ്റെ യാതൊരു ദീർഘവീക്ഷണമില്ലാതെ അടിച്ച് പൊളിച്ച് എല്ലാം തകർന്ന് തരിപ്പണമാക്കി അവസാനം ഈ മാതാപിതാക്കൾ അവസാനം കാണുന്ന ഈ ശോചനീയമായ രംഗങ്ങളാണ്. ഒരിക്കലും അവരുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടില്ല. അതുണ്ടാകാതിരിക്കാൻ മക്കൾ മാത്രം പോരാ, കൊച്ചുമക്കളും സന്തുഷ്ടരായി ജീവിക്കാനുള്ളൊരു സംവിധാനത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് തന്നെ ആയിരിക്കണം ഓരോ മാതാപിതാക്കളും, പ്രായമായ മാതാപിതാക്കളും കാലത്തിൻ്റെ ആൾട്ടറയിലേക്ക് യാത്രയാക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നാം മൂലം നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പാത, നല്ലൊരു വഴി പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അധ്വാനം നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും എപ്പോഴും ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കി തന്നെ ആയിരിക്കണം നമ്മുടെ അന്ത്യനാളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.